ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. ഇന്നത്തെ ഈ ദിവസം ഈശോയുടെ നാമത്തിൽ ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, എൻ്റെ ഈശോയ്ക്ക് പോലും എന്നെ വേണ്ട, അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവം എന്തേ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ എത്രയോ പല രീതിയിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ മാർഗത്തിലായിട്ടും എന്തേ ദൈവം എന്നെ നോക്കാത്തത്, ദൈവം പോലും കൈവിട്ടോ എന്ന ചിന്ത. ഇവിടെ നിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ലൂക്കാസ് സുവിശേഷകൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ 12 മുതലുള്ള വാക്യമാണ്. ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന രംഗമാണ്. അതിൽ 12-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, അത് ആ കുഷ്ഠരോഗിയുടെ ഈശോയുടെ മുമ്പിൽ റിക്വസ്റ്റാണ്. അതിപ്രകാരമാണ്: കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. തളർന്ന് തരിപ്പണമായൊരു വ്യക്തി ഈശോയുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ ഉടനടി പറയുന്ന ഉത്തരവാദിത്വം, എനിക്ക് മനസ്സുണ്ടെന്ന് നിനക്ക് ശുദ്ധി വരട്ടെ എന്നാ. അകലെയല്ല ദൈവം. ദൈവം നിൻ്റെ കൂടെയാണ്. നിൻ്റെ സങ്കടങ്ങൾ നിന്നെ കൈവിടില്ല, നിൻ്റെ നിരാശ നിന്നെ കൈവിടില്ല, നിൻ്റെ ഒപ്പം ഉണ്ട് ദൈവം. നീ ദൈവത്തോട് പറഞ്ഞാൽ മതി, കർത്താവേ, നിനക്കറിയാമല്ലോ, നിനക്ക് പരിഹരിക്കാനും സാധിക്കുമല്ലോ, നീ ഒന്ന് കർത്താവിലേക്ക് വിട്ടുകൊടുക്കാവോ? നിൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടോളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസത്തിൽ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ നീ പോലും കൈവിട്ടുപോയോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നീ എല്ലാത്തിനും മനസ്സാകുന്നു, ഈ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന ബോധ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നിൻ്റെ നാമത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാ